കർമ്മങ്ങൾ, അവരുടെ വസ്ത്രധാരണം, അവരുടെ പെരുമാറ്റ രീതികൾ എല്ലാം വളരെ വിശദമായി നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ അധ്യാപകർ അങ്ങോട്ട് പറയും. അതൊക്കെ രക്ഷിതാക്കൾ കേൾക്കുകയോ ചിലപ്പോൾ പ്രതികരിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ മിക്കവാറും രക്ഷിതാക്കൾ ചെയ്യുക എന്തായിരിക്കും എന്ന് വെച്ചാൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കാനാണ് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് നമുക്ക് നേരെ തന്നെ തിരിഞ്ഞു വരുമല്ലോ. നമ്മളതിനെ നമ്മളും കൂടി നോക്കേണ്ട, നമ്മൾ കൂടി വളർത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ കൂടി ശ്രദ്ധയിലുള്ള കുട്ടികളായതുകൊണ്ട് ടീച്ചർ പറയുന്നത് മുഴുവനായും ശരിയാണെന്ന് അംഗീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വേറൊരു ഈഗോ വർക്കൗട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ കുറേയൊക്കെ അങ്ങനെയൊന്നുമല്ല, വീട്ടിലവൾ അങ്ങനെയല്ല, നിസ്കരിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ നിസ്കരിക്കുന്നുണ്ട് എന്ന് പറയും ചിലർ. ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ ദിവസം ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട് എന്ന് പറയും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, കുറേയൊക്കെ നമ്മൾ അവിടെ ഒന്ന് ഇങ്ങനെ മെഴുകി ഒക്കെ റെഡിയാക്കും. ഇത് കാണുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന കുട്ടികൾ അവർക്കറിയാം, എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ സപ്പോർട്ട് ചെയ്ത് അവിടെ പറഞ്ഞോളും, അപ്പോൾ എനിക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഇത് ഇങ്ങനെ ഒരു വിഷയത്തെ സാധാരണ സ്ഥാപനങ്ങളിലെ കുട്ടികൾ അഭിമുഖീകരിക്കണില്ല. അപ്പോൾ രക്ഷിതാക്കളുടെ രണ്ട് മുഖങ്ങൾ എപ്പോഴും നമ്മുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലൊരു സ്ഥാപനത്തിൽ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയി നിങ്ങൾ ഇതേപോലെ വേറൊരു സ്ഥാപനത്തിൽ ചേർക്കുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ ഏതൊരു പോസിറ്റീവായ കാര്യമായാലും നെഗറ്റീവായ കാര്യമായാലും അവരുടെ ആരാധനാ കാര്യങ്ങളിലുള്ള അലസതയായാലും പറയുന്ന കാര്യങ്ങൾ നമുക്കെതിരെ തിരിഞ്ഞു വരികയാണെങ്കിൽ പോലും സത്യസന്ധമായ നിലപാടെടുത്തുകൊണ്ട് മക്കളുടെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോഴാണ് കുട്ടികൾക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ ഉപ്പ എൻ്റെ രക്ഷിതാക്കൾ ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല. എന്താണോ സംഭവിക്കുന്നത് അത് അവർ രക്ഷിതാക്കളോട് പറയും. ഇങ്ങനെ രക്ഷിതാക്കളും അധ്യാപകരും തമ്മിലുള്ള നല്ലൊരു ബോണ്ട്, അത് ആത്മാർത്ഥമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. അങ്ങനെ ഒരു ബോണ്ട് നമ്മൾ തമ്മിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കുട്ടികളുടെ കുറേ കാര്യങ്ങൾ നമുക്ക് പരസ്പരം ഉള്ളു തുറന്ന് ചർച്ച ചെയ്യാനും അത് പരിഹരിക്കാനും ആ വഴിയിലൂടെ നമ്മുടെ മക്കളെ കൊണ്ടുവരാനും കഴിയുകയുള്ളൂ എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. പിന്നെ ഞാനും ഇവിടുത്തെ ഒരു അധ്യാപിക ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ കുട്ടികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നിങ്ങളും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു പ്രത്യേക വസ്ത്രധാരണ രീതിയാണ് ISSലെ പെൺകുട്ടികളുടേത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, മഫ്ത ഇവിടെ നിന്നാണ് അവർ തുടങ്ങുക. എന്നെപ്പോലുള്ളവരെ കാണുമ്പോൾ ഒന്നിങ്ങോട്ട് വലിച്ചിടും. എനിക്ക് ചിരി വരും അത് കണ്ടാൽ. അത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, ഈ പിന്നിവിടെ മുറുക്കിയിട്ടല്ല അവർ കുത്തുക, വളരെ ലൂസായി കുത്തി ഈ മഫ്ത ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അതാണ് ISSലെ കുട്ടികളുടെ മഫ്ത ഇടുന്ന സ്റ്റൈലാണത്. ആ സ്റ്റൈല് വ്യാപകമായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ കൂടി ഭാഗത്ത് നിന്നുണ്ട് അതുണ്ടാവണം. ഇനി പെൺകുട്ടികളുടെ പാൻറ്റ് നോക്കിക്കോളെ നമ്മൾ ഇപ്പോൾ നമസ്കാരത്തിന് മുഖവും മുൻകൈ ഒഴികെ ബാക്കിയൊക്കെ മറക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ തന്നെ മദ്ഹബ് പ്രകാരം നോക്കുമ്പോൾ ഹനഫി മദ്ഹബിലൊക്കെ പറയുക നമ്മളെ കാലിൻ്റെ പാദം കണ്ടാലും കുഴപ്പമില്ല എന്ന് പറയും നിസ്കരിക്കുമ്പോൾ പെണ്ണുങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉംറയ്ക്കോ ഹജ്ജിനൊക്കെ പോയാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സോക്സ് ഇടാതെ നിസ്കരിക്കണവരുണ്ടാവും. ഷാഫി മദ്ഹബ് പ്രകാരമാണെങ്കിൽ നമ്മൾ കാലൊക്കെ മറച്ചിട്ടാണ് നിസ്കരിക്കുക. അപ്പോൾ കാലിൻ്റെ പാദമാണ് അപ്പോഴും ഒരു ഇളവൊക്കെ കൊടുത്തിട്ട് കാണുന്നത്. ഈ ഞെരിയാണിൻ്റെ മേലൊക്കെ എങ്ങനെയാണ് പാൻറ് ഇട്ടിട്ട് ഒരു പെൺകുട്ടി നിസ്കരിക്കാൻ വരിക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. വളരെ ചെറിയൊരു സോക്സ് ഉണ്ടാവും ഈ കുട്ടികളുടെ കയ്യിൽ. നമ്മൾ എത്ര പറഞ്ഞാലും നിങ്ങളല്ലേ ആ സോക്സ് വാങ്ങിക്കൊടുക്കുന്നത്. നമ്മളിവിടെ പറയാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, ഇത് നമ്മുടെ ആത്മവിചാരണയാണ്. നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന സോക്സാണ്. ആ സോക്സിൻ്റെ ലെങ്ത്ത് എത്ര ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ. നമ്മളിത് എങ്ങനെയാണ് പറയുക, കുട്ടികൾ സുന്നത്ത് നിസ്കരിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും കാണുക. അപ്പോൾ പാൻറ്റ് കുറേ മേലെയും സോക്സ് കുറേ താഴെയായിട്ട് ഇവരെ ഞെരിയാണിയും കാലിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഈ കുട്ടികൾ നിസ്കരിക്കുകയാണ്. എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടികളോട് ഞാൻ പറയും, എനിക്ക് പറയാൻ ഒരു അസ്വസ്ഥതയാണ്. ഞാൻ പറയാൻ എന്താണെന്ന് വെച്ചാൽ, മക്കളെ നിങ്ങൾ 3ാം ക്ലാസ് മുതൽ ഇതിങ്ങനെ ശീലിച്ച് വന്നാൽ ഈ അവയവങ്ങൾ കാണുന്നുണ്ടല്ലോ, എൻ്റെ നിസ്കാരം ബാത്തിലാവുമല്ലോ എന്നുള്ള പേടി പോലും കുട്ടികൾക്ക് പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ മുടി കാണിക്കുക, ബാക്കിൽ മുടി കാണിക്കുക, കാലിൻ്റെ നെരിയാണി മുതൽ ഇവിടെ നിന്ന് മേലേക്ക് ഇങ്ങോട്ട് കാണിക്കുക. എന്നിട്ട് ഈ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യാണ്, നിസ്കാരം പ്രാക്ടീസ് ചെയ്യാണ് 3ാം ക്ലാസ് മുതൽ.
ഇവിടെ 10ാം ക്ലാസ് വരെ കണ്ടിന്യൂസ് ആയി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഈ അർത്ഥത്തിൽ നിസ്കാരത്തിന് വേണ്ടി നിന്നാൽ ഈ കുട്ടി എന്താ പ്രാക്ടീസ് ചെയ്യുന്നത്? ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് ഔറത്ത് മറഞ്ഞിട്ടില്ലല്ലോ എന്ന പേടി പോലും മറഞ്ഞു പോവുകയാണ്. പേടിയില്ല കുട്ടികൾക്ക്, ഞാൻ ഔറത്ത് കാണിക്കണുണ്ടല്ലോ എന്ന് പേടിക്കണില്ല. അപ്പോൾ പ്രാക്ടീസിങ്ങിൽ തന്നെ പഴിച്ചിട്ടുണ്ട്. അതാര് ശരിയാക്കും? നമുക്ക് ഇവിടുന്ന് ശരിയാക്കും. ഈ കുട്ടികളിടുന്ന സോക്സ് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റുമോ? ഞാനിത് ഒരിക്കൽ ഇവിടെ തന്നെ ഞാൻ ഏതോ ഒരു മീറ്റിങ്ങിൽ ഇത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പരീക്ഷണമാണ്. ഒരു വർത്താനം അതാണ്. പിന്നെ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഇണകളും നിങ്ങൾക്ക് പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. ശത്രുക്കളാണ്. നിങ്ങളുടെ മക്കളും സമ്പത്തും അലങ്കാരമാണ്. ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ മക്കളെ സംബന്ധിച്ച് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ വിടുകയാണ്. പല രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. എന്താ നമ്മളെ മക്കളെ അലങ്കാരം എന്ന് പറഞ്ഞാൽ? അലങ്കാരം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ മാഞ്ഞു പോണ സാധന. അങ്ങനെ തന്നെയല്ലേ? അലങ്കാരം എപ്പോഴും ഉണ്ടാവില്ലല്ലോ, ഭംഗി എപ്പോഴും നിലനിൽക്കില്ലല്ലോ. അത് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ആ കാലത്തിൻ്റെ വികൃതിയിൽ ഭംഗിയൊക്കെ മാഞ്ഞു പോകും എന്ന് പറയുന്നത് പോലെ മക്കൾ അലങ്കാരമാണ്. നമുക്ക് അവർ വളർന്നു വരുമ്പോൾ അവരെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന കൗതുകം, നമുക്കുണ്ടാകുന്ന സന്തോഷം, ഇതൊക്കെ ഉണ്ടാകും. അത് പതിയെ പതിയെ മാഞ്ഞു പോകും. ആ മാഞ്ഞു പോകുന്നത് അത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധത്തിലുള്ള മാഞ്ഞു പോക്കാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ സന്താനങ്ങളെ തന്നത് എന്തിനാണ് എന്നെങ്കിലും നമ്മൾ ആലോചിക്കണം. എന്തിനാണ് നമുക്ക് സന്താനങ്ങളെ തന്നത്? നമ്മൾ വയസ്സാവുമ്പോൾ അവർ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ടാണ്? അല്ല. അതിനാണ് മക്കളെ തന്നതെന്നുണ്ടെങ്കിൽ മക്കളെ പ്രസവിച്ച ഉടനെ മാതാക്കൾ മരിച്ചു പോകാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ വയസ്സാവുമ്പോൾ അവർ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ എന്താണ്, നമ്മളെ ജീവിതത്തിനൊരു സന്തോഷവും സുഖമൊക്കെ ഉണ്ടാവാനാണെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾ മരിച്ചു പോകും, ചില കുട്ടികൾക്ക് മാറാരോഗം പിടിപെടും, നമ്മൾ അത് വെച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെടും. അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ മക്കളൊരു ആനന്ദത്തിന് തന്നതാണെങ്കിൽ. അപ്പോൾ ഓരോ കുട്ടിയും എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അത് എൻ്റെ മോനായാലും എൻ്റെ മോളായാലും നമ്മുടെയൊക്കെ മക്കളായാലും അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഇവിടേക്ക് സൃഷ്ടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ മക്കളെ നമ്മൾ നന്നായി വളർത്തി അള്ളാഹുവിൻ്റെ മുമ്പിൽ നല്ല അടിമകളാക്കി നിർത്തി കൊടുക്കുകയാണ്. ഈ പണി നിരന്തരം നടക്കണം. ഇതാണ് നമുക്ക് നടത്താനുള്ള പണി എന്താണെന്ന് ചോദിച്ചാൽ ഇത് മാത്രമാണ്. അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു വർത്താനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊന്നും ഉപദേശം ഇഷ്ടമല്ല. കുട്ടികൾക്ക് ഉപദേശം ഇഷ്ടമല്ല, ശരിയാണ്. ആർക്കും ചിലപ്പോൾ ഉപദേശം ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ നമുക്ക് മക്കളോട് പറയാൻ പറ്റണം. വിശുദ്ധ ഖുർആൻ വെച്ചും തിരുസുന്നത്ത് വെച്ചൊക്കെ പറയാൻ പറ്റണം. അള്ളാൻ്റെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശകൻ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായി പറഞ്ഞത് എന്താ? പ്രവാചകൻ ഒരു ബഷീറാണ്, സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ. പ്രവാചകൻ ഒരു താക്കീതുകാരനാണ്, മുന്നറിയിപ്പുകാരനാണ്. എന്താണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടം എന്താണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയ മുന്നറിയിപ്പുകാരനാണ്. അപ്പോൾ ഒരു മാതാവും പിതാവും ആരാ ആകേണ്ടത്? മക്കളുടെ ഉപദേശകരല്ല നമ്മൾ. മക്കൾക്ക് സന്തോഷ വാർത്ത നൽകുന്നവർ, മക്കൾക്ക് താക്കീത് നൽകുന്നവർ, മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയ പരാജയത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ഒക്കെ കണക്കുകൾ അവരെ ഓർമ്മപ്പെടുത്തുന്നവരായി മാറണം. കുട്ടികളോട് പറഞ്ഞത് ഉപദേശമല്ല. ലുക്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് പറഞ്ഞ സന്ദർഭം അങ്ങനെയാണ് പറയുന്നത്, ഉപദേശിച്ച സന്ദർഭം എന്നല്ല. അപ്പോൾ ചില വർത്തമാനങ്ങൾ മക്കളെങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട്. ആ പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ഉപദേശമായിട്ടല്ല, ഇത് നിങ്ങൾക്കുള്ള സന്തോഷ വാർത്തയാണ്,
ഇത് നിങ്ങൾക്കുള്ള താക്കീതാണ്. ഇങ്ങനെ പറയാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. നമ്മൾ അവരെ ചേർത്ത് പിടിക്കണില്ലേ? നമ്മൾ അവരെ നെഞ്ചോട് ചേർത്ത് ഉമ്മ വെക്കാറില്ലേ? നമ്മൾ അവരുടെ അടുത്തിരുന്ന് തലമുടികളൊക്കെ ഇങ്ങനെ തലോടി കൊടുക്കാറില്ലേ? നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. അപ്പോൾ അത് ഈ ദുനിയാവിലൂടെ കഴിഞ്ഞു പോയാൽ മതിയാവും. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശമാണ്. ഇപ്പോൾ പിന്നെ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ കാലഘട്ടമാണ്. അതേപോലെ തന്നെ ഉദാര ലൈംഗികതയുടെ കാലഘട്ടമാണ്. ഇങ്ങനെ പല തരത്തിലുള്ള, പണ്ട് എന്താണ് നമ്മളെ നാട്ടിൽ നടന്നിരുന്നതെന്ന് വെച്ചാൽ പഴയ കാലത്തൊക്കെ വെട്ടിപ്പിടിക്കലാണ്, യുദ്ധം ചെയ്ത് വെട്ടിപ്പിടിക്കുക, പല രാജ്യങ്ങളും കീഴടക്കാതെയായിരുന്നു. ഇന്ന് അതല്ല, ഇന്ന് ആശയ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആശയങ്ങൾ തമ്മിലാണ് സംഘട്ടനം. അവിടെ ആശയങ്ങൾക്കുള്ള സംഘട്ടനത്തിൽ ജയിക്കാൻ നല്ല ആശയഭദ്രതയുള്ള കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറണം. അതിന് പറ്റിയ സിലബസൊക്കെ തന്നെയാണ് ISSൽ പഠിപ്പിക്കുന്നത്. ഞാൻ സാധാരണ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലെ മാതൃസംഗമത്തിൽ എപ്പോഴും പറയാറുള്ളതാണ്, നിങ്ങൾ അവരുടെ മോറൽ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഒന്ന് എടുത്തു നോക്കുക. അവരെന്താണ് അതിൽ പഠിക്കുന്നത്, ആ ടെക്സ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്ക് നല്ല കാഴ്ചപ്പാടുണ്ടാവും. എന്താണ് എൻ്റെ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആ പഠിക്കുന്നത് പോലെ തന്നെയാണോ എൻ്റെ കുട്ടി ഇവിടെ വീട്ടിൽ വന്നിട്ട് അവളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ മോന് ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അതിനെന്ത് വേണം? അവരുടെ മോറൽ ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പം നല്ല വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ മുസ്ലിം സമുദായത്തെക്കുറിച്ച് നമുക്കറിയാലോ, ഇസ്ലാം പോർട്ടബിൾ വാട്ടർ ഫിൽറ്റർ ഉപയോഗിച്ച് ധൈര്യമായിട്ട് ഏത് ടാപ്പിൽ നിന്നും നിങ്ങൾക്ക് അണുമുക്തമായ വെള്ളം ഇതുപോലെ കുടിക്കാം. GCAT-ൻ്റെ ഒരു പുതിയ ഉൽപ്പന്നമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾ അത് വിവരിച്ചു തരാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ മറ്റ് ട്രക്കിങ്ങിലോ ഒക്കെ ആണെങ്കിൽ പോലും വെള്ളം വളരെ അനിവാര്യമാണ്. ആ വെള്ളത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഈ ബോട്ടിൽ മാത്രം കയ്യിലുണ്ടായാൽ മതി. നിങ്ങൾക്ക് എവിടെയൊന്നും വെള്ളം ഇത് തുറക്കുക, വെള്ളം എടുക്കുക, വെള്ളം നിറക്കുക, ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റും. കുടിച്ചു കഴിഞ്ഞാൽ ഇത് കൂട്ടി വെക്കാം. ഇതിൻ്റെ മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് മൊബൈൽ സ്റ്റാൻഡായിട്ടും കൂടി ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും.